പറയുന്നു, നബിയേ, ആ ചെറുപ്പക്കാരനൊരു നല്ല ഗുണമുണ്ട് നബിയേ, ഒരു നല്ല സ്വഭാവമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അതാ ചെറുപ്പക്കാരനൊരു നല്ല സ്വഭാവമുണ്ട്, അതുകൊണ്ടാണ് മലക്കുകൾ ഇഷ്ടപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആ നല്ല സ്വഭാവം എന്താ? മലക്കുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊരു സ്വഭാവമുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരു പരിത്യാഗിയായിരുന്നു. ഈ ദുനിയാവിനോട് സ്നേഹമില്ല, ഈ ദുനിയാവിനോട് മോഹമില്ല, ഈ ദുനിയാവിനോട് യാതൊരു സ്നേഹവുമില്ല. ഈ ദുനിയാവിനെ വെറുപ്പായിരുന്നു, ഈ ദുനിയാവിനെ വെറുപ്പായിരുന്നു. പണത്തിനോട് മോഹമില്ല, അധികാരത്തോട് മോഹമില്ല, കൊട്ടാരങ്ങളോട് മോഹമില്ല, പെണ്ണുങ്ങളോട് മോഹമില്ല. ഈ ദുനിയാവിനെ വെറുത്തിട്ട് ആ ചെറുപ്പക്കാരൻ ആഖിറത്തിനെ സ്നേഹിക്കുന്നവനാണ് നബിയേ. അല്ലാഹുവേ, ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടാൽ ആ മനുഷ്യനെ മലക്ക് സ്നേഹിക്കുമെന്ന്, ആ മനുഷ്യനെ മലക്ക് സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്, നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. നമ്മൾ ആഖിറത്തിനെ മറന്നു, മരണം മുതലുള്ള ജീവിതത്തെ നമ്മൾ മറന്നു. ഈ ജീവിക്കുന്ന ദുനിയാവിൽ ജീവിക്കുന്ന കാലം അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് ദുനിയാവിനെ സ്നേഹിച്ച് നടക്കുകയാ. നമുക്കൊന്നിനും സമയമില്ല, നിസ്കരിക്കാൻ പോലും സമയമില്ല. അല്ലാ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ, ഓരോ ദിവസം 5 നേരം ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഞാനും നിങ്ങളും കേൾക്കുന്നവരാ. എത്ര പേരാ നിസ്കരിക്കുന്നത്? പള്ളിയുടെ പരിസരത്തിരുന്നാൽ, പള്ളിയുടെ മുന്നിലിരുന്നാൽ പടച്ചവനെ ബാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീടിന്റെ അകത്ത് കേൾക്കാ. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും പള്ളിയിൽ പോകാത്തവരാ, നമ്മളിൽ പലരും നിസ്കരിക്കാത്തവരാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പടച്ച റബ്ബിനെ ഞാനും നിങ്ങളും മറന്നു പോകുമ്പോ അല്ലാഹു പറയുകയാ, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. പള്ളിയിൽ നമസ്കരിക്കാൻ മടി കാണിച്ചിട്ട് കടയിലിരിക്കുന്ന കച്ചവടക്കാരാ, പള്ളിയിൽ പോകാത്ത എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാര്, 2 നിലയുള്ള വീടിന്റെ മുന്നിൽ വെറുതെ ഇരുന്നാൽ പള്ളിയിൽ പോകൂല എങ്കിൽ അല്ലാഹു പറയുകയാ, നിന്നെ പള്ളിയുടെ മുന്നിൽ അല്ലാഹു കൊണ്ടിരുത്തുകയാണ്. ഒരു ദിവസം നീ പള്ളിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നീ ഒറ്റയ്ക്കല്ല, നിന്റെ ഭാര്യ മക്കളുമുണ്ട്. എന്തിനാ നമസ്കരിക്കാറില്ല? പള്ളിയുടെ മുന്നിൽ വന്ന് തോർത്ത് വിരിച്ചിരുന്ന് യാചിക്കുകയാ. അല്ലാഹുവിന് അതിനും കഴിവുണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിന് അതിനും കഴിവുണ്ടെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് ദുനിയാവിനെ വലിച്ചെറിഞ്ഞോ, ആഖിറത്തിനെ ഇഷ്ടപ്പെട്ടോ? ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തിനെ ഇഷ്ടപ്പെടൂ. മൻ അസ്ബഹ മിൻകും, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ദുനിയാവിനെ സ്നേഹിച്ചാൽ അല്ലാഹു അവന്റെ ഹൃദയത്തിൽ 4 ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ആരെങ്കിലും അല്ലാഹുവിനെ മറന്നിട്ട് ഈ ദുനിയാവിനെ സ്നേഹിച്ച, പണം, അധികാരം, കൊട്ടാരങ്ങൾ ഇതൊക്കെയാണ് ആഗ്രഹമെങ്കിൽ നിനക്ക് അല്ലാഹു 4 ശിക്ഷ നിന്റെ ഹൃദയത്തിൽ തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ 4 ശിക്ഷ ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ഇല്ലേ? എനിക്കറിയില്ല, നിങ്ങൾക്കേ അറിയൂ. ഇത് ഓരോ മനുഷ്യനും അറിയൂ. ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എനിക്കേ അറിയൂ, നിങ്ങൾക്കറിയൂല. നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കേ അറിയൂ. ഈ പറയുന്ന 4 ശിക്ഷ നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് അല്ലാഹു നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ അല്ലാഹനെ മറന്നിട്ട് ദുനിയാവിനെ സ്നേഹിക്കുന്നവനാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് കേട്ടോ, അല്ലാഹു തരുന്ന